എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മെൻസുറേഷൻ ആണ്. മെൻസുറേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. മെൻസുറേഷൻ ചാപ്റ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഏരിയ, വോളിയം ഒക്കെ ഫൈൻഡ് ചെയ്യാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഡിഫറെന്റ് ഫിഗേഴ്സിന്റെ ഏരിയ എന്താണെന്നും ഡിഫറെന്റ് ഫിഗേഴ്സിന്റെ വോളിയം എന്താണെന്നും ഒക്കെ നമ്മൾ ഈ ചാപ്റ്റർ വഴി കണ്ടുപിടിക്കും. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഫോർമുലാസ് നമുക്ക് ഓർത്തിരിക്കാനായിട്ടുണ്ട്. ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആൻസറുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഫോർമുലാസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. പ്രത്യേകിച്ച് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസിന് വലിയ ഹെവി ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫോർമുലാസ് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ മെൻസുറേഷൻ, ഏരിയ ആൻഡ് വോളിയം ഓഫ് ഡിഫറെന്റ് ഫിഗേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന ഏരിയയുടെയും വോളിയത്തിന്റെ ഒക്കെ ഫോർമുലാസ് നമുക്ക് കവറപ്പ് ചെയ്ത് പോവാം. അപ്പൊ നോക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ സിലിണ്ടർ ഈ 7 സെന്റിമീറ്റർ. ഒരു സിലിണ്ടർ എങ്ങനത്തെ ഫിഗർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സിലിണ്ടർ പൈപ്പ് പോലെയുള്ള ഒരു ഫിഗർ അല്ലേ, ഇതല്ലേ സിലിണ്ടർ? പൈപ്പ് പോലെയുള്ള ഒരു ഫിഗർ ആണ് സിലിണ്ടർ. ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 440. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ റൊട്ടേറ്റ് ആയിട്ട് വരുന്ന സർഫസ് ഏരിയ ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. ഈ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട്? 440 സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ, 2πr into h ആണ്. 2πr into h. 2πr into h ആണ് സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഓക്കെ, അപ്പം r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഇപ്പൊ ഒരു പൈപ്പ് ആണെങ്കിൽ ആ പൈപ്പിന്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഓപ്പൺ ആണെങ്കിൽ ആ ബാക്കി ഇങ്ങനെ കർവ് ആയിട്ട് വരുന്ന റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഏരിയ ആണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ അതാണ് എന്ത്? 2πrh. ഇവിടെ 2πrhന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 440 തന്നിട്ടുണ്ടേ. അങ്ങനെയാണെങ്കിൽ πrhന്റെ വാല്യൂ എന്തായിരിക്കും? 220 ആയിരിക്കും. 220 ആയിരിക്കും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര? റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ. ഈ ബേസ്, അതായത് ഇത് സിലിണ്ടറിന്റെ ഈ ഒരു ബേസ് ഇല്ലേ, ഈ ബേസിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 7 സെന്റിമീറ്റർ. വോളിയം ആണ് ചോദിക്കുന്നത്. വോളിയത്തിന്റെ ഫോർമുല അറിയണം. വോളിയം ഓഫ് എ സിലിണ്ടർ πr സ്ക്വയർ into h ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ ഓർത്തിരിക്കണം 2πrh, വോളിയം ഓർത്തിരിക്കണം πr സ്ക്വയർ into h. πr സ്ക്വയർ into h എന്ന് വെച്ചാൽ πrh into r അല്ലേ? ഈ r സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി r into r എന്ന് എഴുതി. അപ്പൊ πrh into r ആണ് എന്തെന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. πrh എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 into 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1540 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? പൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ 22/7 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. πrh into r ആണ് വോളിയം എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണോ? അപ്പം കർവ്ഡ് സർഫസ് ഏരിയ 2πrh, വോളിയം πr സ്ക്വയർ into h. ഓക്കെ, സിലിണ്ടറിന്റെ കേസ്. അടുത്ത് നോക്കേ. ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ റെസ്പെക്ടീവ്ലി 4 സെന്റിമീറ്റർ ആൻഡ് 12 സെന്റിമീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു. റോംബസിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനൊരു ഫോർമുല ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയണം. ഏതൊരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും, ഏതൊരു 4 സൈഡഡ് ഫിഗർ ആണെങ്കിലും അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇൻറ്റു സൈൻ തീറ്റ. ക്വാഡ്രിലാറ്ററൽ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, പാരലോഗ്രാം ആയിക്കോട്ടെ, റെക്ടാംഗിൾ ആയിക്കോട്ടെ, ട്രപ്പീസിയം ആയിക്കോട്ടെ, ഏത് 4 സൈഡഡ് ഫിഗർ ആണെങ്കിലും അതിന്റെ ഏരിയ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇനി d1 എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഡയഗണൽ. d2 എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് ഡയഗണൽ. തീറ്റ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ്. ആ ഫിഗറിന്റെ ഡയഗണൽസിന്, 4 സൈഡഡ് ഫിഗറിന്റെ ഡയഗണൽസിന് ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? തീറ്റ. അപ്പം ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഈ തീറ്റ നമുക്ക് ഇത് തന്നെ എടുത്താൽ മതിയോ അതോ ഇത് തന്നെ എടുക്കണോ? ഏത് ഡയഗണലിനിടയിലുള്ള ആംഗിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ ഏതെടുത്താലും നിങ്ങളുടെ ഫൈനൽ ആൻസർ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഇപ്പം ഇത് ഡയഗണൽ നമ്മുടെ 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. ടോട്ടൽ ഒരു ലൈനിന്റെ ആംഗിൾ 180 ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത് 60ഉം ഇത് 120ഉം ആണെങ്കിൽ സൈൻ 60ന്റെയും സൈൻ 120ന്റെയും വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് 30 ആണെങ്കിൽ ഇത് 150. സൈൻ 30ന്റെയും സൈൻ 150ന്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അന്നേരം അത് ട്രിഗണോമെട്രിയുടെ ക്വാഡ്രന്റ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്.
അപ്പൊ ഇവിടെ നോക്കിയാൽ സൈൻ 30 അറിയാം, സൈൻ 180 രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും പ്രശ്നം വരാൻ പോകുന്നില്ല. ഇനി ഇവിടെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന റോംബസ് ആണ്. ഇത് ഏത് ക്വാഡ്രിലാറ്ററലാണെങ്കിലും നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാവേ. ഏത് ക്വാഡ്രിലാറ്ററലാണെങ്കിലും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ? റോംബസ് ആണ്. റോംബസ് എന്ത് ഫിഗർ ആണ്? ഒരു സ്ക്വയറിനെ ചെറുതായിട്ടൊന്ന് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റോംബസ് കിട്ടും. ഒരു സ്ക്വയറിനെ ചെറുതായിട്ടൊന്ന് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോംബസ് കിട്ടും. അപ്പൊ നോക്കേ, റോംബസിന്റെ ഫസ്റ്റ് ഡയഗണൽ ഞാൻ വരച്ചു. റോംബസിന്റെ ഫസ്റ്റ് ഡയഗണൽ വരച്ചു. സെക്കൻഡ് ഡയഗണൽ വരച്ചു. റോംബസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? റോംബസിന്റെ ഡയഗണൽസിന് ഇടയിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും എന്നറിയാവോ? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും റോംബസിന്റെ ഡയഗണൽസിന് ഇടയിലുള്ള ആംഗിൾ. അപ്പൊ ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുലയെ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇൻറ്റു സൈൻ 90 എന്ന് എഴുതാമേ. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഡയഗണൽ ഇൻറ്റു സെക്കൻഡ് ഡയഗണൽ ഇൻറ്റു സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അപ്പോ d1 d2 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നെ ആൻസർ വരും. d1 d2 ഡിവൈഡഡ് ബൈ 2 ഹാഫ് ഇൻറ്റു d1 d2 എന്നും പറയാം. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അത് ട്രിഗണോമെട്രി നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. ട്രിഗണോമെട്രി പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇത് മാത്രം ഓർത്തിരിക്കുക. സൈൻ 90യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പം ഏരിയ ഓഫ് എ റോംബസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാം? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഏരിയ ഓഫ് എ റോംബസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാം? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഓക്കെ, സോ ഏരിയ ഇവിടെ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. d1 തന്നിട്ടുണ്ട് 4, d2 തന്നിട്ടുണ്ട് 12. സോ ഇവിടെ 2ഉം 4ഉം കട്ടായ 2, 12 ഗുണം 2 എത്ര വരും? 24 എന്ന് വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം ഏതൊരു ഫിഗർ ആണെങ്കിലും ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ക്വാഡ്രിലാറ്ററൽ 4 സൈഡഡ് ഫിഗർ ആണെങ്കിൽ, റോംബസ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇൻറ്റു സൈൻ 90, സൈൻ 91. സോ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 12 sticks each of length 1 unit are used to form an equilateral triangle. Equilateral triangle അറിയാമല്ലോ എന്താണ്? അതായത് എല്ലാ സൈഡും ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് എന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ സൈഡും ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് എന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 12 sticks ഒന്നിന്റെ ലെങ്ത് 1 യൂണിറ്റ് ഏരിയ ചോദിക്കുന്നു. അപ്പൊ നമുക്കറിയാം 3 സൈഡ് ഉണ്ടേ. അപ്പൊ ഒരിടത്ത് 4 സ്റ്റിക്സ് വേണേ. 4 സ്റ്റിക്സ് വേണം. 4 സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 4 യൂണിറ്റ് ആണ്. ലെങ്ത് 4 യൂണിറ്റ് ആണ്. സോ ഇവിടെ 4 യൂണിറ്റ് ആണ്. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? √3/4 a സ്ക്വയർ ആ. √3/4 a സ്ക്വയർ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിലൊന്ന് നോക്കെ. സിലിണ്ടറിന്റെ കർവ് സർഫസ് ഏരിയ 2πRh, സിലിണ്ടറിന്റെ വോളിയം πr സ്ക്വയർ ഇൻറ്റു h, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3/4 a സ്ക്വയർ. ഇതിന് മുന്നേ പഠിച്ച എന്താണ്? റോംബസിന്റെ ഏരിയ ഫോർമുല ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഏതൊരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും ഏരിയ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, സോ എ എന്ന് പറയുന്ന സൈഡാണ്. സൈഡ് എത്ര? 4 അല്ലേ? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. √3/4 ഇൻറ്റു 4 സ്ക്വയർ 16 വരും. 4 4 കട്ടായിട്ട് എത്ര ആൻസർ വരും? 4√3 ആൻസർ വരും. ക്ലിയർ ആണോ? ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചെറിയ ചെറിയ ഫോർമുലാസ് ഓർത്തിരുന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിന് ഒന്നും മാർക്ക് നഷ്ടപ്പെടില്ല. അടുത്ത് നോക്കേ, 4ാമത്തെ ക്വസ്റ്റ്യൻ. റോംബസിന്റെ ഡയഗണൽസ് തന്നേക്കാ, ഏരിയ അല്ല ചോദിക്കുന്നത്. ഏരിയ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ചെയ്ത് ആൻസർ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഏരിയ അല്ല ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഡയഗണൽ ആണേ തന്നേക്കുന്നത്. 1 14 1 48 ആണ് തന്നേക്കുന്നത്. 1 14 എന്ന് പറയുമ്പോൾ ഇത് 7 ആണ്. ഇത് 48 എന്ന് പറയുമ്പോൾ ഇത് 24 ആണ്. ടോട്ടൽ ലെങ്ത് 48. അപ്പൊ ഡയഗണലിന്റെ പകുതി എന്ത് വരും? ഡയഗണലിന്റെ പകുതി 24 എന്നും ഇത് 7 എന്നും വരത്തില്ലേ? മൊത്തത്തിൽ 14 അല്ലേ? അപ്പൊ ഇത്ര 7 എന്ന് വരത്തില്ലേ? ഓക്കെ, റോംബസിന് ഇടയിലുള്ള ആംഗിൾ, ഡയഗണലിന് ഇടയിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി അല്ലേ? ദിസ് ഈസ് 90 ഡിഗ്രി. സോ നമുക്ക് എന്താണ്? സിമ്പിൾ ആയിട്ട് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ കിട്ടി. നോക്കേ, 7 കിട്ടി, 24 കിട്ടി, ഡയഗണൽ ആംഗിൾ 90 ആണെന്ന് അറിയാം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ. പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടും. പക്ഷെ അറിയണം ഇത് 25 ആണെന്ന്. ട്രിപ്ലെറ്റ് കുറച്ചൊക്കെ ഓർത്തിരിക്കാമെങ്കിൽ അത് നല്ലതാണ്. 7 24ന്റെ കൂടെ വരുന്ന നമ്പർ 25 ആണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിൽ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എക്സ് ഇട്ടിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? 7 സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 സ്ക്വയർ 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ ഇസ് ഈക്വൽ ടു x സ്ക്വയർ എന്ന് എഴുതും. കാര്യം ഹൈപ്പോട്ടന്യൂസ് ആണിത്. അപ്പൊ 7 സ്ക്വയർ 49 പ്ലസ് 24 സ്ക്വയർ 576 എന്ന് വരും. ഇസ് ഈക്വൽ ടു x സ്ക്വയർ. ഇത് 625 ആണ്. ഇസ് ഈക്വൽ ടു x സ്ക്വയർ. x എന്ന് പറയുന്നത് 25 എന്ന് വരും. ഇത് പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചതാണ് 25. നോക്കേ, റോംബസിന്റെ സൈഡ് കിട്ടി 25.
റോംബസിന്റെ സൈഡ് 25 ആണെങ്കിൽ ഇതും 25 ആണ്, ഇതും 25 ആണ്, ഇതും 25 ആണ്. റോംബസ് ഈസ് എ ഫിഗർ in which all sides are equal. റോംബസിന്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. റോംബസ് ഈസ് എ ഫിഗർ in which all sides are equal. അപ്പൊ ഒരു സൈഡ് കിട്ടി 25, അപ്പൊ എല്ലാ സൈഡും 25 ആണ്. അപ്പൊ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സം അല്ലേ? 25 എത്ര വരും? 100 എന്ന് വരത്തില്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ പെരിമീറ്റർ ഓഫ് എ റോംബസ് 4a, സൈഡ് 4a ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ടേ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ചെക്ക് ചെയ്യാം. സോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ 6 സെന്റിമീറ്റർ. ഐസോസെലസ് ട്രയാംഗിൾ എന്താ? ഐസോസെലസ് ട്രയാംഗിൾ എന്താ? രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാംഗിൾ ആണ് ഐസോസെലസ് ട്രയാംഗിൾ. മൂന്നാമത്തെ സൈഡ് ഡിഫറന്റ് ആയിരിക്കും. രണ്ട് സൈഡ്സും രണ്ട് ആംഗിൾസും ഈക്വൽ ആയ ട്രയാംഗിൾ ആണ് ഐസോസെലസ് ട്രയാംഗിൾ. ഐസോസെലസ് ട്രയാംഗിളിന്റെ ബേസ് തന്നിട്ടുണ്ട് എത്ര? 6. ഇതാണ് ബേസ്, ഇതാണ് ബേസ്. എത്ര? 6. പെരിമീറ്റർ 16 എന്നാ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ സൈഡിന്റെ എല്ലാം കൂടെ സമ്മ് 16 ആണ്. അപ്പൊ ഇവിടെ 6 ഓൾറെഡി കവറായി. ഇനി ബാക്കി 10 ഉണ്ട്. 16ൽ 6 ഇവിടെ നമ്മൾ എടുത്തു ബേസ് ആയിട്ട്. ബാക്കി 10 എന്ന് പറയുമ്പോൾ ഇത് 5 5 ആയിട്ട് വരണ്ടേ? കാര്യം രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ 5 5 ആയിട്ട് വരണം. ഇനി ഏരിയ അല്ലേ ചോദിക്കുന്നേ? ഞാനൊരു പെർപെൻഡിക്കുലർ ലൈനിങ് വരച്ചു ഇവിടെ. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈനിങ് വരച്ചു. അപ്പൊ ഇത്ര വരും? 3 വരും. ഇത്ര വരും? 3 വരും. കാര്യം എന്ന് പറഞ്ഞാലേ ഇത് ഈക്വൽ സൈഡ് ആയതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി തന്നെ ഉണ്ട് ഐസോസെലസ് ട്രയാംഗിളിന്. നമ്മൾ അതൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പഠിക്കും. അതായത് ഐസോസെലസ് ട്രയാംഗിളിൽ നിന്നും മുകളിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ, ഐസോസെലസ് ട്രയാംഗിളിൽ മുകളിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ അത് എപ്പോഴും ബേസിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. സിമ്പിൾ ആണ്. ഐസോസെലസ് ട്രയാംഗിളിന്റെ മുകളിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ അത് ബേസിനെ എപ്പോഴും എന്ത് ചെയ്യും? 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ ഇത് നോക്കേ, ഇത് 3 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 3 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 5 ആണ്. ഓക്കെ. അപ്പം ഇതിന് ഞാൻ എക്സ് എന്ന് ഇട്ടാൽ വീണ്ടും പൈതഗോറിയൻ തിയറം. ഇത് അറിയണം 4 ആണെന്ന്. ട്രിപ്പിളായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 3² + x² = 5² എന്ന് ചെയ്യേണ്ടി വരും. x² = 5² 25 ആണ്. 3² 9 ആണ്. 25 - 9, 3² അവിടെ പോകും. അപ്പൊ 16 എന്ന് വരും. അപ്പൊ x = എന്ത് വരും? 4. x² 16 ആണെങ്കിൽ x ന്റെ വാല്യൂ 4 വരും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് 4 ആണ്. ഏരിയ ഓഫ് എ ട്രയാംഗിൾ അറിയാത്തവരാരുമില്ല. ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 6 അല്ലേ? ബേസ് 6 ആണ്. ഹൈറ്റ് എത്ര? 4 ഇപ്പൊ കിട്ടി. 4 കിട്ടി. സോ 24/2 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കിട്ടുന്നുണ്ടോ നോക്കേ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ നോക്കേ. സൊല്യൂഷനിലേക്ക് വരാം. ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ 64 മീറ്റർ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. ഒന്നുമില്ല, എല്ലാ സൈഡും ഈക്വൽ ആയ ഫിഗർ ആണ് നമ്മുടെ സ്ക്വയർ. എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇനി ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് അത്ര 64 മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് എ സ്ക്വയർ ഇഫ് ദിസ് ഈസ് എ, എല്ലാ സൈഡും എ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല a² ആണെന്ന് അറിയാമേ. സൈഡ് സ്ക്വയർ ആണ്. എത്ര തന്നേക്കുന്നത്? 64. ഏരിയ 64 തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 8 ആണ്. സൈഡ് 8 എന്ന് ഇട്ടൂലേ? എന്തോ ചോദിക്കുന്നത്? ഡയഗണൽ അല്ലേ? നോക്കേ, ഇത് 8 ഇതാണ് ചോദിക്കുന്നത്. പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് 8√2 ആണ് ആൻസർ. അത് എപ്പോഴും ഇത് 2 ഈക്വൽ ആണെങ്കിൽ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും ഡയഗണൽ കിട്ടും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്തോ. 8² + 8² = ഡയഗണൽ x². കാര്യം ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പം ഇത് ഈ സൈഡിന് നമ്മൾ എന്തെന്ന് എടുത്തു? x എന്ന് എടുത്തു. സോ 8² + 64 + 64 x² എന്ന് വരുന്നു. 2 × 64 അല്ലേ ഇത്? is equal to x². so x is equal to √8. ഇതിന്റെ റൂട്ട് എടുത്തു. 2 ന്റെ റൂട്ട് എത്ര ആണ്? √2 ആണ്. 64ന്റെ റൂട്ട് എത്ര ആണ്? 8 ആണ്. സോ ആൻസർ ഈസ് 8√2. ക്ലിയർ ആണോ? ഓക്കെ. ബി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എല്ലാ സൈഡും ഈക്വൽ ആയ ട്രയാംഗിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് അറിയാം. A and A. ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഹൈറ്റിന്റെ ഫോർമുല കൂടി അറിയണം. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയയുടെ ഫോർമുല നേരത്തെ പഠിച്ചായിരുന്നു. √3/4a². ഹൈറ്റിന്റെ ഫോർമുല കൂടി അറിയണം. എന്താണ്? √3/2a. ഓക്കെ. അപ്പൊ ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഈ സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് A.
സോ √3/2a ആണ് എന്തെന്ന് പറയുന്നത് 10√3. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു ആണ്, ഇവിടെ ഈസ് ഈക്വൽ ടു ആണ്. √3/2 into a എന്ന് പറയുന്നതാണ് 10√3 ആണ്. √3 ക്യാൻസൽ ആയിട്ട് എയുടെ വാല്യൂ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. എയുടെ വാല്യൂ 20 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് 20 ആണ്, ഇത് 20 ആണ്, ഇത് 20 ആണ്. എന്താ ചോദിക്കുന്നത്? ഏരിയയുടെ ഫോർമുല പഠിച്ചതേ ഉള്ളൂ. √3/4a² ആണ്. √3/4a², 20², 400. സൈഡ് 20 ആണെങ്കിൽ 400. സോ ആൻസർ എത്ര വരും? 100√3 എന്ന് വരത്തില്ലേ? 4ഉം 4ഉം ക്യാൻസൽ ആയി പോയിട്ട് 100√3 അല്ലേ ആൻസർ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഫിഗർ ആണ് ഹെക്സഗൺ, 5 സൈഡുള്ള ഫിഗർ ആണ് പെന്റഗൺ. അപ്പൊ ഹെക്സഗൺ 6 സൈഡുള്ള ഫിഗർ ആണ്, അതായത് ഏകദേശം ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഹെക്സഗൺ. ഞാൻ ഈ ഹെക്സഗണിന് ഡയഗണൽസ് വരയ്ക്കുകയാണേ. ഡയഗണൽസ് ഓഫ് എ ഹെക്സഗൺ നമുക്ക് ഇങ്ങനെ കിട്ടി. ഹെക്സഗൺ എന്താണെന്നറിയാമോ? ഹെക്സഗൺ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളാൽ ഫോം ചെയ്ത ഫിഗർ ആണ്. അതായത് ഇത് നോക്കേ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇത് അടുത്ത ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇത് അടുത്തത്, ഇത് അടുത്തത്, ഇത് അടുത്തത്, ഇത് അടുത്തത്. അപ്പൊ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളാൽ ഫോം ചെയ്ത ഫിഗർ ആണ് എന്ത്? ഹെക്സഗൺ. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം √3/4a² ആണ്. അങ്ങനെയാണെങ്കിൽ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളുടെ ഏരിയ ആയിരിക്കുമല്ലോ ഹെക്സഗണിന്റെ ഏരിയ. സൈഡ് ഓഫ് എ ഹെക്സഗൺ ഈസ് a. അപ്പം ഏരിയ ഇതാണ് ഫോർമുല. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കാര്യം √3/4a² ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹെക്സഗണിന്റെ ഏരിയ എന്താണ്? 6 into √3/4a². അപ്പം സൈഡ് എത്ര തന്നേക്കുന്നത്? ഏരിയ തന്നേക്കാണ് ക്വസ്റ്റനിൽ. 6 into √3/4a² വാല്യൂ 108√3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. √3 ക്യാൻസൽ ആയി പോയി. a² എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു 108 ഉണ്ട്. ഈ 4 അങ്ങോട്ടേക്ക് പോയി, 6 ഇവിടെ വന്നിട്ട് ഡിവൈഡ് ആയി. 6 ഇതിനെ കട്ട് ചെയ്താൽ 1 times 48 8 times 18 into 4 72 എന്ന് വരികയാണ് a² വാല്യൂ. ഈ 72നെ നമുക്ക് 36 into 2 ചെയ്താലോ? കറക്റ്റ് ആണ്. അപ്പം a എന്ന് പറയുന്നത് 36ന്റെ √6 ആണ്, 2ന്റെ √2. സോ സൈഡ് കിട്ടി. 6√2. എന്താ ചോദിക്കുന്നത്? പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇതേ പ്ലസ് എല്ലാം കൂടെ കൂട്ടുന്നതല്ലേ പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് വെച്ചാൽ 6a ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, 6a ആണ് എന്ത്? പെരിമീറ്റർ. a എത്രയാണ്? 6√2. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 into a എന്ന് പറഞ്ഞാൽ 6√2. 36√2 എന്ന് വരത്തില്ലേ ആൻസർ? 36√2 എന്ന് വരത്തില്ലേ ആൻസർ? a ഓപ്ഷൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓർത്തിരിക്കാനൊന്നുമില്ല. കാര്യം എന്താ? ഓൾറെഡി അറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, ഹെക്സഗണിന്റെ ഏരിയ അതിന്റെ 6 times ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കേ, റോംബസ് തന്നിട്ടുണ്ട്. റോംബസ് എന്താണെന്ന് അറിയാം. എല്ലാ സൈഡും ഈക്വൽ ആയ ഇൻക്ലൈൻഡ് ഫിഗർ ആണ് എന്ത്? റോംബസ്. എല്ലാ സൈഡും ഇൻക്ലൈൻഡ് ആയ ഈക്വൽ ഫിഗർ ആണ് റോംബസ്. റോംബസിന്റെ ഡയഗണൽസ് ഞാൻ വരച്ചു. ഓക്കെ, ഒരു സൈഡ് തന്നിട്ടുണ്ട് 20. റോംബസിന്റെ 1 ആണ്. എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ്, 20 വരും. 1 of its diagonal 24 ആണെങ്കിൽ ഇത് 12 എന്ന് എഴുതി കൂടെ? ഏത് ഡയഗണൽ ആണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് 12 ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് 12, ഏതെടുത്താലും കുഴപ്പമില്ല. ഇത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് x എന്ന് ഇടാമല്ലോ. എന്താ ചോദിക്കുന്നത്? ഏരിയ അല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എക്സ് കണ്ടുപിടിക്കുകയാണ്, ഇത്രയും ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നോക്കേ, 90 ഡിഗ്രി ആണ്. പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്താൽ കിട്ടും. x² + 12² എന്ന് പറയുന്നത് 20² ആണ്. അപ്പോ x² എന്ന് പറയുന്നത് 400ൽ നിന്നും 144 കുറയ്ക്കുന്നതാണ് 256 ആണ്. 256 ആണ് എന്തെന്ന് പറയുന്നത്? x². x 16 ആണ്. എന്തിന്റെ സ്ക്വയർ ആണ് 256? 16ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് കിട്ടിയ എത്ര ആണ്? 16. ഇത്രയും 16 ആണ്, ഇത്രയും 16. മൊത്തത്തിൽ എത്ര വരും? 32. അപ്പം 1 ഡയഗണൽ 32. അനദർ ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് 24. കറക്റ്റ് ആണോ? ഇത് 12 ആണെങ്കിൽ ഇത് 24 ആണ്. അപ്പൊ ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ട? ഏരിയയുടെ ഫോർമുല എന്താ? ½ into d1 into d2. ഇതും 12 കൂടെ കട്ട് ചെയ്തോ, 24 കൂടെ കട്ട് ചെയ്തോ, 12 കിട്ടും. 32 × 12 അല്ലേ ആൻസർ? ഈ 2 4, 6ഉം 2 8 1 9 394. സോറി 384. 384 ആണ് ആൻസർ. ഓക്കെ,
6 2 8. ഓക്കെ, സോ ഏരിയ ഓഫ് റോംബസ് നമ്മൾ ഓൾറെഡി അറിയാം, ഹാഫ് d1 d2. പിന്നെ ഇവിടെ നമ്മൾ പൈതഗോറിയൻ തിയറം അപ്ലൈ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. What is the area of a triangle whose sides are 7, 24 and 25? ഈ 7, 24, 25 കാണുമ്പോൾ നമ്മൾ ഓൾറെഡി 7, 24, 25 വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ചെയ്തായിരുന്നു. പക്ഷെ 7, 27, 25 കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരേണ്ട എന്താണെന്ന് അറിയാമോ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. 7, 24, 25 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാ? 7ന്റെ സ്ക്വയർ പ്ലസ് 24ന്റെ സ്ക്വയർ 25ന്റെ സ്ക്വയറിന് ഈക്വലാ. 49, 576, 625 ഈക്വൽ അല്ലേ? ആണ്. പൈതഗോറിയൻ തിയറം സാറ്റിസ്ഫൈ ആവുന്ന നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പൈതഗോറിയൻ തിയറം സാറ്റിസ്ഫൈ ആവുന്ന നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് അറിയാം 24 ആണ്, ഹൈറ്റ് അറിയാം 7 ആണ്. 12 ഇത് രണ്ടുകൂടെ കട്ട് ചെയ്തിട്ട് 12 കിട്ടും. 12 7 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്തത്. കുറച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് ഒരുപാട് വലിയ ഡെപ്തിലൊന്നും പഠിച്ച് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം. വീണ്ടും അടുത്ത വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.